ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക്, ബ്രൗൺ ബർഗണ്ടി അങ്ങനത്തെ ഷെയ്ഡ്സിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന ടൈപ്പുള്ള കുറച്ച് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ആൾക്കാർ അധികം ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ടോട്ടൽ ഒരു നിഗമനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ടോട്ടലി അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഞാൻ നോക്കുന്നത്. ഒരുപാട് പ്രൈസ് ഉള്ള സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. അപ്പൊ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയുടെ അവസാനമാണെങ്കിലും ചെയ്താൽ മതി. വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതല്ലേ. അപ്പൊ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കെയുടെ മെൽറ്റി ലിപ് ബാം ആണ്. നിങ്ങൾക്ക് ഇപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അത് മാത്രമാണ്. ഈ ഒരു ലിപ് ബാം ആണ് ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൊണ്ടുപോകാനും എളുപ്പമാണ്, അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്, നോൺ സ്റ്റിക്കി ആണ്. പിന്നെ ഒരു ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. പിന്നെ വേറെ ഇതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ട്രൈ ചെയ്തത് ഇതാണ്. ഞാൻ ഓൾറെഡി പേജിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്രഷ് വെച്ചിട്ടാണ്. എന്നാലേ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഈ ബ്രഷ് വന്നിട്ട് വേഗയുടെയാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് ആമസോണിൽ നിന്ന് അങ്ങാണ്ട് വാങ്ങിച്ചതാണ്. ഇത് വേഗയുടെ ലിപ് ഫില്ലർ ആണ്. ഒരു സൈഡിൽ ലൈൻ ചെയ്യാനുള്ളതും ഒരു സൈഡിൽ ഫില്ല് ചെയ്യാനുള്ളതും ലിപ് ഫില്ലർ ബ്രഷ് ആണിത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ ലിങ്ക് ഇല്ലാന്ന് തോന്നുന്നു, നോക്കട്ടെ ഗൈസ്. ഞാൻ അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഫേസസ് കാനഡയുടെ ഇതാണ്. ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് എന്ന് പറയുന്ന സീരീസിൽ നോട്ട് ടു സെൽഫ് 07 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഭയങ്കര വൈറലായിട്ട് എനിക്ക് സബ്സ്ക്രൈബർ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണ്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രഷും കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്യായ ഫിനിഷിങ്. ഇപ്പൊ ഷേപ്പ് ഒരു ലിപ്സിനൊന്നും വലിയ ഷേപ്പ് ഇല്ലാത്ത ഒരു ആളാന്ന് വിചാരിക്കും. അവർക്കൊക്കെ ഈ ഒരു ബ്രഷ് നല്ല യൂസ്ഫുൾ ആവും. എനിക്ക് വലിയൊരു ഷേപ്പുള്ള ഒരു ലിപ്സ് അല്ല. എന്തോ ഒരു അസിമെട്രി ഉണ്ട്. അപ്പം എനിക്ക് ഈ സാധനം വെച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഷേപ്പായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു ബ്രഷ് സജസ്റ്റ് ചെയ്യാൻ കാരണം. ഇത് വലിയ റിവ്യൂ ഒന്നും കണ്ട് ഞാൻ വാങ്ങിച്ചതല്ല, പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവേ. നല്ല ഷേപ്സിലായിട്ട് കിട്ടും. നോക്കി, നല്ല ബെറ്റർ ഷേപ്പിൽ കിട്ടും. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏത് ട്രാൻസ്ഫർ പ്രൂഫ് കിസ് പ്രൂഫ് ആന്നൊക്കെ പറഞ്ഞാലും അത് കുറച്ചൊക്കെ അങ്ങ് പോകും. ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാണ്ട് ഇത് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഫെയർ മീഡിയം, ഒത്തിരി ഡീപ്പർ അല്ല, എന്നാലും അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണിന് വരെ ചേരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്റ്റേസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മറ്റേ കീക്കോ മിലാനോ ഉണ്ടല്ലോ. കീക്കോ മിലാനോയുടെ ഒരു ഡ്യൂപ്പ് വേർഷൻ ആണ് സ്റ്റേസ് ഇറക്കിയേക്കുന്ന ഈ ആം പ്രെറ്റി 02 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇതിൽ ഒരു സൈഡില് ലിപ്സ്റ്റിക്കും വരുന്നുണ്ട്, ഒരു സൈഡിൽ ഗ്ലോസും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ഗ്ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുകൂടെ മിക്സ് ആയി പോകത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാ, പക്ഷെ ഇതിന്റെ അകത്ത് ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഉണ്ടോ എന്ന് നോക്കി, ഒരു സ്റ്റെയിനോ ഒന്നും വന്നിട്ടില്ല. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതും ഒരു ബ്രൗൺ, ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതിങ്ങനെയാട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ ബ്രഷ് ഓൾറെഡി എടുത്തു പോയില്ലേ. എന്റെ കണ്ടല്ലോ, എന്റെ നല്ല പിഗ്മെന്റഡ് ലിപ്സാ. അപ്പോൾ അത് പണ്ടോട്ടെ കൊച്ചിലെ ഒരു പ്രായം തൊട്ടേ ഉള്ളതാ. ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ അത് കവർ ചെയ്യുന്ന ലിപ്സ്റ്റിക്, നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ. ഇതിനി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ കാണിക്കുന്ന ഒട്ടുമിക്ക ലിപ്സ്റ്റിക്കും യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പൗഡറി ഫോം ആയിട്ട് മാറും, പക്ക മാറ്റ് ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ഷെയ്ഡാണല്ലേ. ഇതും ഒത്തിരി ഡീപ്പർ സ്കിൻ ടോണിന് ചേരുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുമായിരിക്കും. എൻ്റെ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. മീഡിയം ഫെയർ ആണെങ്കിലും കുഴപ്പമില്ല.
എന്ന് തോന്നുന്നു. ഇതൊന്ന് ഉണങ്ങുന്നിടം വരെ എന്ന് വെച്ചാൽ ഉണങ്ങുന്ന തൊട്ട് മുമ്പ് വരെ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട്. ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലിപ് ഗ്ലോസിന് ഓൾറെഡി ഒരു സ്റ്റിക്കി സംഭവം ഉണ്ടല്ലോ. ലിപ് ഗ്ലോസ് അങ്ങനെയാണല്ലോ. കാരണം ഇപ്പോൾ ആൾക്കാരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും ഈ ഗ്ലോസ് വെച്ചിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന കുറവാണ് ഇപ്പോൾ. എല്ലാവരും ഇപ്പോൾ ലിപ് ഗ്ലോസിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഇത് നമുക്ക് ലിപ് ഗ്ലോസ് ഈ സൈഡിൽ നിന്ന് എടുക്കാതെ. നോക്കോ ഇതിനകത്ത് സ്റ്റെയിൻ ആവണ്ടോന്ന്. ഇല്ലല്ലോ. ഉണ്ടോ? സ്റ്റെയിൻ ഒന്നും ആയിട്ടില്ല. സ്റ്റെയിൻ ആവില്ല. നിങ്ങളൊരു പ്ലംപി ആയിട്ടുള്ള ലിപ്സ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേസിന്റെ ഈ ഒരു സ്റ്റേസ് 929ന്റെ ഈ ഒരു ഗ്ലോസ് ലോക്ക്, ഇതിന് ഗ്ലോസ് ലോക്ക് ഇന്റൻസ് കളർ പ്ലസ് ട്രാൻസ്ഫർ പ്രൂഫ് 2-in-1 ലിക്വിഡ് ലിപ്സ്റ്റിക് എന്നാ പറയുന്നത്. വേറെയും ഷെയ്ഡ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്ലംപി ലിപ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ആദ്യത്തെ റേറ്റ് ഞാൻ അവിടെ കൊടുത്തേക്കാം, പറയാൻ മറന്നുപോയതാ. ഇതിന്റെ റേറ്റ് വരുന്നത് കുറച്ച് പ്രൈസിയാണ്. പക്ഷേ ഈ 2 സാധനം കൂടെ വരുന്നത് കൊണ്ട് 499 ആണ് റേറ്റ് വരുന്നത്. പക്ഷെ മിന്ത്രയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ റേറ്റ് കുറവിൽ കണ്ടു. 300 സംതിങ്ങിനൊക്കെ കിട്ടും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട്. ആൻഡ് വേറൊരു സാധനം കാണിച്ചു തരാം. ഗ്ലോസ് എന്തായാലും നമ്മുടെ കയ്യിൽ വരും. എന്താ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. എത്ര വെച്ചാലും വരില്ല. സോ നിങ്ങൾ അങ്ങനെയും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ മാറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഒപ്പീനിയൻ പറയാം. പല ആൾക്കാരും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇത് യൂസ് ചെയ്തിട്ട് എന്റെയൊക്കെ ലിപ്സ്റ്റിക് പൊട്ടി ഭയങ്കര ഇതായെന്ന് പറയുന്നത്. അത് നിങ്ങൾ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. തെറ്റായ രീതി ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്ട് തരുന്ന ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ലിപ് ബാം ഇട്ട് കുറച്ച് നേരം ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിലിടണം. എന്ന് പറഞ്ഞാൽ ലിപ് ബാം അതുപോലെ തന്നെ കണ്ടമാനം ഇട്ടിട്ട് അതിന്റെ മണ്ടക്കിട്ട് കഴിഞ്ഞാൽ തെന്നി പോകും. നല്ല ഫിനിഷിങ് കിട്ടൂല. അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് മോയ്സ്ചറൈസിങ് ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതൊന്ന് തുടച്ച് കളയാം. എന്നിട്ട് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടുക. മെയിൻ ആയിട്ട് എല്ലാ ലിപ്സ്റ്റിക് ഇടുന്നത് ഇത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. എസ്പെഷ്യലി മാറ്റ് ലിപ്സ്റ്റിക്. അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്സ് നല്ലപോലെ ഡ്രൈ ആവും. മാറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് തന്നെ ഡ്രൈ ഫിനിഷ് ആണ്. അപ്പൊ അതൊന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ഇതിന്റെ ഒന്നും എക്സാക്ട് ചിലതിന്റെ ഒന്നും റേറ്റ് എനിക്കറിയില്ല. അതാകുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഈ പറയുന്ന റേറ്റ് ഒന്നും ആയിരിക്കില്ല. കാരണം ഇതിന്റെ സൈറ്റിലൊന്നും കയറി കഴിഞ്ഞാൽ എപ്പോഴും ഓഫേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ കാണിക്കാൻ പോകുന്നത് ഫേസസ് കാനഡയുടെ കോംഫി മാറ്റ് വാവ് സീരീസിൽ വരുന്ന കോക്കോ ക്രഷ്. ഇതിന് 299 ആണ് ഇതിനകത്ത് റേറ്റ് വരുന്നത്. പക്ഷെ റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് കോക്കോ ക്രഷ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതും എനിക്ക് ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്താണ്. അതൊന്ന് കാണിച്ചു തരാം. ഇതും ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിടാം. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട്. ഷെയ്ഡ് ഡീറ്റെയിലിംഗ് എന്തായാലും ഞാൻ കാണിക്കാം. കറക്റ്റ് ഷെയ്ഡ് നാച്ചുറൽ ലൈറ്റിൽ വെച്ചത്. നാച്ചുറൽ ലൈറ്റിലാണ് ഞാൻ എടുക്കുന്നത്. എന്നാലും ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കോക്കോ ക്രഷ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതും ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഈ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. എനിക്ക് തോന്നുന്ന വാവ് സീരീസിൽ ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്. ഈ സാധനം നല്ലപോലെ ഡ്രൈ ആവണം. എന്നാൽ ഡ്രൈ ആവുമ്പോൾ നമുക്ക് ചുണ്ടത്ത് എന്തൊരു പൗഡർ ഇട്ട ഫീൽ തോന്നും. ഒരു ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ഒരു പൗഡർ ഇട്ട് അങ്ങനെ ഇരിക്കും, ആ ഒരു ഫീൽ വരും. ഇതിപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല. കുറച്ചും കൂടെ ഡ്രൈ ആവാനുണ്ട്. ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഇൻസൈഡ് ബ്രാൻഡിന്റെ 05 ബർബൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം ഒരു ബർഗണ്ടി ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഒരു ലിപ് ക്രയോൺ ആണെങ്കിൽ പോലും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മാറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും എനിക്ക് ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ നല്ല ഷെയ്ഡാണ് കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. നമ്മുടെ ഫേസ് പെട്ടെന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്നു. ഇപ്പൊ ഇട്ട ഷെയ്ഡൊക്കെ അങ്ങനത്തെ ഷെയ്ഡാണ്. പക്ഷെ ഇതൊരു കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അപ്പൊ ഇതിന്റെ സെപ്പറേറ്റ് ഒരു റിവ്യൂ ചെയ്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ. അതായത് ഷാർപ്പൻ ചെയ്താൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്രയോൺ ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാം. കൂടുതലും നല്ല ഷാർപ്പനേഴ്സ് ഇതിന്റെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന നല്ലത്. മറ്റേതാണെങ്കിൽ അധികം പെൻസിൽ ചെയ്യുന്നതല്ലേ, അതധികം വർക്ക് ആവത്തില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഷാർപ്പനർ ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്.
ഇത് നമുക്ക് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡായിട്ട് തോന്നും. പക്ഷേ ഇത് നല്ല ഷെയ്ഡാണ്. നമുക്ക് കുറച്ചും കൂടെ ഫേസ് ബ്രൈറ്റൻ ആവുന്ന പോലെ തോന്നും. ഇങ്ങനത്തെ ഒരു ന്യൂഡ് ഡാർക്കൻ ഷെയ്ഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള, അല്ലെ ബർഗണ്ടി ഡാർക്കൻ ഷെയ്ഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. ദേ, ഇതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇതും ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റും. കോളേജിലൊക്കെ പോകുന്നവർക്ക് നല്ല ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും. ഈ ഒരു ഷെയ്ഡിൽ, ഈ ഒരു റേഞ്ചിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഒരു 1.5 വർഷം മുന്നേ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ഇന്ന് നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ ഇതധികം കാണാറില്ല. ഇതാണ് NYBയുടെ സ്പൈസി റെസ്റ്റ് 06 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഒരു കുറച്ചുകൂടെ ഓറഞ്ചിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇത് കുറെ നേരം നിൽക്കും. ഈ പറഞ്ഞ പോലെ ഫേസിന് ഒരു ബ്രൈറ്റ്നസ് വന്ന പോലെ തോന്നും. ലോങ് ലാസ്റ്റിംഗ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്. ഞാനിപ്പോ കാണിച്ച ഒട്ടുമിക്ക ലിപ്സ്റ്റിക്കും മാറ്റ് ഫിനിഷ് ആണ്. ഒട്ടുമിക്ക അല്ല, എല്ലാ ലിപ്സ്റ്റിക്കും മാറ്റ് ഫിനിഷ് ആണ്. എനിക്ക് കൂടുതലും കുറച്ചുകൂടെ നേരെ നിൽക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഫുള്ള് മാറ്റ് ഫിനിഷ് ആണ്. ഗ്ലോസി ഫിനിഷ് ഉള്ള സാധനമൊക്കെ പെട്ടെന്ന് പോകും. ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറെ നേരം നിൽക്കും. പക്ഷേ ഓയിലി ഫുഡ്സ് കഴിച്ചാൽ കുറച്ചൊക്കെ പോകും. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ സ്ട്രോയിലൊക്കെ ആവും. ലോങ് ലാസ്റ്റിംഗ് ആണ്, അതാണ് മെയിൻ ആയിട്ട്. പിന്നെ നല്ലൊരു ഷെയ്ഡാണ്. ഫേസിന് കുറച്ചുകൂടെ ഒരു ഇടുപ്പ് കിട്ടുന്ന പോലത്തെ ഒരു ഷെയ്ഡാ. കിസ് പ്രൂഫ് ഒന്നും അല്ല. കിസ് പ്രൂഫ് അല്ലാന്നതിന്റെ ഉള്ള തെളിവ് കണ്ടോ? കിസ് പ്രൂഫ് അല്ല. സോ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിൽ ഈ മുൻപ് ട്രൈ ചെയ്യാം. പക്ഷെ നല്ല ലിപ്സ്റ്റിക് കേട്ടോ. കുറെ നാളെ എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. എപ്പോ എവിടെ വീഡിയോ ചെയ്താലും ഇതിന് അന്യായ ഫാൻ ബേസാ. പക്ഷെ ഞാൻ ചെയ്ത ഈ ഒരു സാധനം വെച്ച് ചെയ്ത എല്ലാ വീഡിയോസിലും അത്യാവശ്യം എന്നത് കുറെ പേര് ലിങ്ക് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂഡ് ബ്രൗൺ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇതൊരു അങ്ങനത്തെ ഷെയ്ഡ് അല്ല. ഇതൊരു ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ്. ഇത് വന്നിട്ട് മാഴ്സിന്റെ കോറസ് ഗേൾ. ഞാൻ എപ്പോഴും കോറസ് ഗേൾ എന്നുള്ളതിന് പകരം ചോക്കോ ഗേൾ എന്നോ അങ്ങനെ എന്താണ്ട് തെറ്റിയൊക്കെയാ പറയുന്നത്. എനിക്ക് എപ്പോഴും മാറിപ്പോവും. ഇത് വന്നിട്ട് 03 കോറസ് ഗേൾ. കിഡിലൻ ലിപ്സ്റ്റിക് ആണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ആൽക്കഹോളിക് സ്മെല്ലുണ്ടെന്ന്. ഗൈസ്, എന്ത് സാധനം ഒരു നല്ലൊരു റിസൾട്ട് തരുമ്പോഴും അതിനൊരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ. ഇതിന് ചെറുതായിട്ടൊരു ഹാർഷ് സ്മെല്ലുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ട്രൈ ചെയ്യണം എന്നില്ല. ഈ സ്മെല്ലൊന്നും സഹിക്കാൻ പറ്റാത്തവർ ഇത് വാങ്ങിക്കണം എന്നില്ല. ഒരു എന്താ ഇതിന്റെ എക്സാക്ട് സ്മെല്ല് പറയുവാണെങ്കിൽ, ഒരു ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു സ്മെല്ലില്ലേ, അങ്ങനത്തെയൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവർ, ഒരു ആൽക്കഹോളിക് സ്മെല്ല്, ആ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവർ ഇത് വാങ്ങിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. പക്ഷെ ഷെയ്ഡ് കണ്ടാൽ നിങ്ങൾ ഈ സ്മെല്ലൊക്കെ അങ്ങോട്ട് മറക്കും. ഇത് നോക്കിയേ, ഇതിന്റെ ഉള്ളില് ഞാൻ തീർത്ത് വെച്ചേക്കാം കണ്ടോ. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 300 താഴെയാണ് വരുന്നത്. 260 അത്രയും കണ്ടാന്ന് തോന്നുന്നു. ഇത് മാഴ്സിന്റെയാ. ഇത് ഞാൻ കൂടുതലും ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നല്ല ഒരു ഷേപ്പ് ലിപ്സിന് കിട്ടാറുണ്ട്. സീരിയസ് ആയിട്ട് ഇപ്പൊ ഈ ഏങ്ങി കുത്തി ചെയ്യുന്നോണ്ട് ഒരു ഇത് കണ്ടോ, എന്താ അടിപൊളി ഷെയ്ഡാന്നറിയോ. ഇത് ഇപ്പൊ ഇങ്ങനെ സൺലൈറ്റ് കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നാണെങ്കിൽ ഇതൊരു ഇച്ചിരി കൂടെ ഡാർക്കാ. നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ബൊക്കയിൽ ഇരിക്കുന്ന ഡാർക്ക് റോസ് ഇല്ലേ, ആ ഒരു കളറാ. ഇത് ഞാൻ തെരഞ്ഞു പിടിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ് ഷോപ്പിൽ പോയിട്ട്. എനിക്ക് അത് വേണം എന്നുള്ളതുകൊണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഫേസ് ബ്രൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇത് നല്ല കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഞാൻ സിൽവർ സ്റ്റോമിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് എക്സാമ്പിൾ പറയുകയാണെ, പൂളിൽ പോയിട്ട് ചാടിയിട്ടൊക്കെ വന്നിട്ടും ഈ സാധനം ഉണ്ടായിരുന്നു. പൂളിലൊക്കെ പോയി ചാടി മറിഞ്ഞിട്ടും ഈ സാധനം പോയില്ല. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഡ്രൈ ആവാത്തതിന്റെ ആയിരിക്കും സ്റ്റെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആവൂല. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഒരു റേറ്റ് കിട്ടാവുന്ന അടിപൊളി ലിപ്സ്റ്റിക് ആണ് മാഴ്സിന്റെ. ഈ ഷെയ്ഡ് മാത്രമല്ല, ഒരുപാട് നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റിവ്യൂ ചെയ്ത എല്ലാ ലിപ്സ്റ്റിക്കും, ഒട്ടുമിക്ക ലിപ്സ്റ്റിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് റീച്ച് ആയ ടൈപ്പ് ലിപ്സ്റ്റിക് ഒക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ, നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ കിട്ടുള്ളൂ. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും എൻ്റെ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലിപ്സ്റ്റിക് ഭ്രാന്തിമാരായിട്ടുള്ള ചങ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.